കൊച്ചാക്കൊന്നും വേണ്ട. അത്യാവശ്യം കുസ്തി പിടിക്കേണ്ടി വന്നാൽ ഓമനക്കുട്ടൻ പുറകോട്ടൊന്നും പോകത്തില്ല, അല്ലേ ഓമനക്കുട്ട? പിന്നെ ഇനി അധികം വൈകാതെ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. അവിടെ വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ കൈ കഴുകിട്ട് വരാം. അല്ല, ഇതാരായത്? എന്താടാ രാജപ്പ, നിനക്ക് വഴി വല്ല തെറ്റിപ്പോയോ? എന്താ അപ്പച്ചി വലിയൊരു സഭയൊക്കെ കാണുന്നു? നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. ഇത്രയും നാളായിട്ട് നീ ഇപ്പഴല്ലേ ഒന്ന് കേറിയത്. നീ വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ ആഹാരം കഴിക്കേ. വേണ്ട അപ്പച്ചി, രാത്രി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ വഴക്കുറയും. എന്നാ പായസമെങ്കിലും കഴിക്കേ. അയ്യോ വേണ്ട അപ്പച്ചി, രാവിലെ മുതൽ പായസം കുടിച്ച് വയറ് വീർത്തിരിക്കുക. ഇന്ന് വീട്ടിൽ പായസം വെച്ചോ? എന്താ കാര്യം? അതിപ്പം ഇവിടെ എന്താ അപ്പച്ചി പായസം വെച്ചത്? ഓ, ഇവിടെ പായസം വെക്കാൻ വല്ല കാരണം വേണോ? അങ്ങനെയാണെങ്കിൽ അമ്മ വെച്ചതിനും പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല. ഓമനക്കുട്ട സാറോട് ഉണ്ടായിരുന്നോ? ഓമനക്കുട്ടൻ രാജപ്പന് അറിയാമോ? എന്റെ ബന്ധുവാണ്. അവന്റെ അമ്മ അവനെ പ്രസവിച്ചെന്നേ ഉള്ളൂ. വളർന്നത് മുഴുവൻ എന്റെ അടുത്താ. പിന്നെ അപ്പച്ചി ഞാൻ പോട്ടെ. ശരി, എന്നാ നീ പോയിക്കോ. ഓമനക്കുട്ട സാർ അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടിയേനെ. ഇല്ലില്ല, സാർ വരില്ല, നീ പോയിക്കോ. ഞാൻ പോട്ടെ, സമയത്രയായല്ലോ. പോണോ? ശരി, ഒരു മിനിറ്റ്. ഞാൻ അവരെ ഇപ്പൊ വിളിക്കാം. ദാ നോക്കോ, ഓമനക്കുട്ടൻ പോണോന്ന്. ഇങ്ങോട്ട് വരൂ മോളോ, ഇങ്ങോട്ട് വരുന്നേ. ഞാൻ വരട്ടെ. അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളിനി കാണണ്ടേ. വരട്ടെ. അമ്മേ, ദേ ഓമനക്കുട്ട സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, കവിത വീണ പിടിക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഇനി ഞാൻ പോയി വിളിച്ചോണ്ട് വരണമായിരിക്കും. എന്നെ കൊണ്ടുപോയ്യ, ഞാൻ കുളിക്കാൻ പോവാ. എന്താ എത്ര വൈകിയത്? എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. എനിക്കറിയാം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം വലിയ തിരക്കുള്ളവരല്ലേ. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. ചോറ് വിളമ്പട്ടെ? നല്ല വിശപ്പുണ്ടായിരിക്കും അല്ലേ? ടാങ് ടാ ടാങ്. നിങ്ങൾ എന്താ ഈ പറയുന്നത് അങ്കമണി കുഞ്ഞമ്മേ? ഇതൊരു വെള്ളരിക്ക പട്ടണം പോലെ ആയിരിക്കാണല്ലോ. മഹേശ്വരമ്മയുടെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്നു, അത് മോള് തന്നെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പോലെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഓമനക്കുട്ടൻ ഇത് എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ നോക്കിയപ്പോ ഓമനക്കുട്ടൻ എന്റെ മകൾക്ക് പറ്റിയ ഭർത്താവാണെന്ന് എനിക്ക് തോന്നി. ഞാൻ സമ്മതിച്ചു. എന്താ ഉറപ്പുള്ളത്? ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ കണ്ട മറ്റു കാര്യങ്ങളൊക്കെ അത് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനായി അവര് കാണിച്ച പരാക്രമങ്ങളായിരിക്കാം. അതിന് ഓമനക്കുട്ടൻ എന്ത് പഴിച്ചു? എന്റെ മെമ്പറേ, ഇതൊക്കെ ദൈവനിശ്ചയമാ. എന്റെ മോനെ കൊണ്ട് മഹേശ്വരിയുടെ മോളെ കല്യാണം കഴിപ്പിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ആലോചിക്കട്ടെ എന്ന്. ഓമനക്കുട്ടന്റെ പുറകെ ചോറ്റുപാത്രം കൊണ്ട് നടന്നിട്ട് ഇപ്പൊ എന്തായി? എനിക്കും അല്പം വാശിയുണ്ട്. ഈ കല്യാണം ഞാൻ നടത്തും. ആളാരാന്നാ പറഞ്ഞത്? ഓമനക്കുട്ടൻ. ഓ, നമ്മുടെ ബാങ്ക് മാനേജർ. നല്ല ബന്ധമാണല്ലോ. നല്ല ചെറുപ്പക്കാരനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, അന്തസ്സുള്ള തറവാട്ടിലേയുമാ. ഞാൻ ആ വീട്ടിൽ പോയി അമ്മയും അച്ഛനെയൊക്കെ കണ്ടിട്ട് വന്നിരിക്കുക. പിന്നെ ഓമനക്കുട്ടനാണെങ്കിൽ അല്പസമയം കിട്ടിയ ഉടനെ വീട്ടിലോട്ട് വരും. മോക്കാണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ താമസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ പഴയ മാനേജർ പോയത് ഏറ്റവും പ്രയോജനകരമായിട്ട് വന്നത് മഹേശ്വരി അമ്മയ്ക്കാണ് അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ നാത്തന്നെ ഈ വഴിയൊക്കെ? പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്ന. ഉണ്ടകത്തുണ്ട്. പപ്പ, ഗോകുലത്തില് തങ്കമണി കുഞ്ഞമ്മ വന്നിരിപ്പുണ്ട്. ഓ, നമസ്കാരം.
നമസ്കാരം. കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇരിക്കൂ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് മംഗളകാര്യമായാലും പ്രസിഡന്റിനോട് ഒരു വാക്ക് പറയുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെയൊക്കെ ഒരു വഴക്കം. ആ ഒരു ബഹുമാനം എനിക്ക് തരുന്നതിൽ സന്തോഷമുണ്ട്. വിവാഹമൊക്കെ നിശ്ചയിച്ചു. അറിഞ്ഞു. നല്ല കാര്യമാണ്. എന്തുകൊണ്ടും നല്ല ബന്ധമാണ്. ഇതിനകം ഇതാര് പറഞ്ഞു? മഹേശ്വരി അമ്മ പറഞ്ഞു. ആ പറഞ്ഞോ? എന്ത് പറഞ്ഞു? മഹേശ്വരി അമ്മയുടെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ ആ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഓമനക്കുട്ടനുമായുള്ള വിവാഹം നടത്താമെന്നോ നമുക്കെല്ലാം കൂടി സഹകരിച്ച് ഗംഭീരമായി അങ്ങ് നടത്തിക്കളയാം. എന്താ? എന്റെ പൊന്നു നാത്തൂനെ, ഞാൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ദാ നോക്കിയാട്ടെ, ഇതൊക്കെ ഓമനക്കുട്ടൻ എന്റെ മോക്ക് എഴുതിയ കത്തുകളാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മഹേശ്വരി? എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കണമെന്നും ഓമനക്കുട്ടൻ എന്നോട് പറഞ്ഞതല്ലേ? സത്യം പറയാം, ദിവസം 4 തവണയെങ്കിലും ബിന്ദുമോളെ ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. എടാ ചാക്കോ, ഇത് നമ്മൾ പരസ്പരം കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് വന്ന കുഴപ്പമാണ്. ആ എന്റെ ഭാഗത്തുണ്ട് തെറ്റ്. കൊച്ചമ്മ എന്നെ വിളിച്ച? ആ എടാ, ആ ഓമനക്കുട്ടൻ ദിവസവും ബിന്ദുമോളെ ഫോണിൽ വിളിക്കാറില്ലടാ? ഉണ്ട്. ആ മിക്കവാറും ഫോൺ ഞാനാ കൊച്ചിനടുത്ത് കൊടുക്കാറുള്ളത്. എന്താ സംസാരിക്കാറുള്ളതെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ആ ഒരു വഴക്കം എനിക്കില്ല. അത് 2 കൊച്ചമാർക്കും അറിയാവുന്നതാണല്ലോ. ആ പോ. അവളാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഹോസ്റ്റലിൽ താമസിക്കുക. പരീക്ഷ തീരുന്നവരെ അവളിതൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അപ്പം അവളുടെ പഠിത്തം തീരും. മഹേശ്വരിയുടെ മകളെന്ന് പറഞ്ഞാൽ എന്റെ മകളെ പോലെ തന്നെയാ. ഓമനക്കുട്ടൻ എന്റെ മകളെ കല്യാണം ആലോചിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പക്ഷേ ഇവിടത്തെ കാര്യങ്ങൾ നാട്ടിൽ തന്നെ പലരും അറിഞ്ഞിരിക്കുന്നു. ഏതായാലും ഞാൻ ഓമനക്കുട്ടനെ കണ്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. നാത്തുനെ, സംസാരിക്കുമ്പോ സൂക്ഷിക്കണേ. ആ ഓമനക്കുട്ടന് ചെറിയ കാര്യം ഇത് മനസ്സ് വേദനിക്കാൻ. ആ പക്ഷെ എനിക്ക് 2 വാക്ക് പറയേണ്ടതായി വരും. ജോയ് സാറേ, ഓ ഇന്ന് വല്ല വിശേഷ ദിവസമാണോ? എന്തു പറ്റി? അല്ല, തങ്കമണി കുഞ്ഞമ്മ ആദ്യമായി ഇന്ന് നമ്മുടെ ബാങ്കിൽ വന്നിരിക്കുന്നു. വീട് തോറും കയറി ഇറങ്ങി ആഹാരവും കഴിച്ച് അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യാറുള്ള ബിരുദന്മാരെ പറ്റി പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ തന്നെയാണ് രക്ഷപ്പെടാൻ വേണ്ടി അവരും പറയുന്നത്. ഞാൻ കുറെ ജീവിതം കണ്ടതാണ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിൽ വിളിച്ചു കയറ്റി 1 ഗ്ലാസ് വെള്ളം തന്നു എന്നുള്ളതാണ്. അയ്യോ അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കെല്ലാം ശരിയായിട്ടേ തോന്നുള്ളൂ. പക്ഷേ മേലാലി എരപ്പാളിത്തര എന്നോട് കാണിക്കരുത്. എന്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞത് സൗജന്യത്തിന്റെ പേരിലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്റെ മകളാണ്. അമ്മ, ഞാൻ ബഹളം ഉണ്ടാക്കിയാൽ ബാക്കി ആൾക്കാർക്ക് കൂടി മനസ്സിലാവും. ഞാൻ വന്നത് മേലാൽ എന്റെ വീട്ടിൽ കയറാനും പാടില്ല, എന്റെ മകളുമായി സംസാരിക്കാനും പാടില്ല. അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. പേടിക്കണ്ട. ബാങ്കിൽ ഇട്ടിരിക്കുന്ന കാശൊന്നും ഞാൻ എടുത്തു മാറ്റാൻ പോകുന്നില്ല. പക്ഷെ മേലാൽ അതിന്റെ പേരും പറഞ്ഞ് എന്റെ പടി അടക്കാൻ പാടില്ല. ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സത്യാവസ്ഥ അറിയാതെ എങ്ങനെ പറയാൻ പറ്റും? നീ കൂടി ഓടുന്നു. ഇവനെന്തിനാ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരേണ്ട കാര്യം? ആ വീട്ടിലെ പെൺകുട്ടിയാണ് ഇവൻ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നത്. ഇത് ആൾക്കാർ കാണുമല്ലേ? പെണ്ണ് വരുന്നതും പോകുന്നതും ചാപ്പാട് കൊടുക്കുന്നതും. അവിടെ ആൾക്കാർ ആകെ ഇളകിയിരിക്കാം. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അവൻ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം.